സംവിധായകരെല്ലാരും ക്ലീൻ ആണോ സീരിയലില്? ഈ യൂട്യൂബിലെ ആങ്കർ ചെയ്യുന്നവരൊക്കെ ക്ലീനാണ്, യൂട്യൂബിലെ ക്യാമറ ചെയ്യുന്നവരൊക്കെ ക്ലീനാണ്. മണ്ടന്മാരാണ് ഈ മതത്തിന്റെ പേരും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നത്. എൻ്റെ ദൈവം, എൻ്റെ ദൈവം. ആരുടെ ദൈവമാ? ദൈവമാ എല്ലാവർക്കും കൂടി ഒറ്റ പവറുള്ളത്. എൻ്റെ ദൈവമാണത്, എൻ്റെ എന്തെന്ന് എൻ്റെ ദൈവം. ക്രിസ്ത്യാനിയായ എൻ്റെ ഭാര്യയെ ഞാൻ മതം മാറ്റിയിട്ടില്ല. അല്ല മനുവിന് ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഹിന്ദുക്കൾക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ മനുവിന് ചിലപ്പോൾ വിഷമം വരില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ നിനക്ക് കയറാൻ പറ്റാത്ത അമ്പലത്തിൽ ഞാനും കയറില്ല, പോയാലോ പണി നോക്കാൻ പറയാം. മനുഷ്യർക്ക് കയറുന്ന അമ്പലങ്ങളിൽ കൊണ്ട് ഹിന്ദുക്കൾ മറ്റത് മറിച്ചത് ഒക്കെ എഴുതി വെക്കണതൊക്കെ വേറും വൃത്തികേടല്ലേ. എന്നെ എത്രയോ പേര് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നാണോ? ഇഷ്ടം പോലെ എന്നെ നല്ല രീതിയിൽ പാര വെച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ അവസരം ഇല്ലാതാക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. ഇന്നവർ ഇൻഡസ്ട്രിയിലുണ്ടോ? ഇവിടെ ആരും മസ്റ്റല്ലല്ലോ ജിൻ. മനോജിനൊരു ജീവിതം കൊടുത്തേക്കാന്ന് പറഞ്ഞ ആര് തരാനാ? കരയാതെ നമുക്ക് ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ നസീർ സാറിന് വർക്കില്ലാണ്ടിരുന്നപ്പോൾ അദ്ദേഹം മേക്കപ്പ് ഇട്ട് എല്ലാ ദിവസവും രാവിലെ മേക്കപ്പ് ഇട്ട് ബഹദൂർക്കയുടെയും അബ്ദുൾബാസ് സാറിൻ്റെയും വീട്ടിൽ പോയിരുന്ന് കരഞ്ഞ് അങ്ങനെ മനസ്സ് തളർന്നാണ് അദ്ദേഹം മരിച്ചതെന്ന്. ഈ ദയവ് ചെയ്ത് അവനെ ആരും ക്രൂശിക്കാതിരിക്കുക. ആർക്കായാലും ഒരു നാവ് പിഴപ്പറ്റും. ദയവ് ഇത് മനസ്സിലാക്കുക. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ പറഞ്ഞ ഒരിത് മാറിപ്പോയതാണ്. നസീർ സാർ ഇപ്പം നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം വരെ ക്ഷമിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ദയവ് ചെയ്ത് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. ഈ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ മറക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഉയർച്ച വന്നു കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ അങ്ങനെ മറക്കണവരുണ്ടാവാം, തിരക്കിൽ ചിലപ്പോൾ വിട്ടുപോണവരുണ്ടാവാം. എന്തെന്ന് മറക്കാൻ എന്തെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിനേക്കാൾ രക്ഷപ്പെടുമായിരുന്നു തോന്നിയിട്ടുണ്ടോ? സ്ത്രീക്ക് എന്താ പ്രത്യേകത? എത്രയോ സ്ത്രീകൾ അവസരം കിട്ടാണ്ട് കിടക്കുന്നു. കഴിവാണ് പ്രധാനം, കഴിവല്ല ഭാഗ്യം. ഇപ്പം എനിക്കൊരു ക്യാരക്ടർ സീരിയലിൽ എനിക്ക് കിട്ടുന്ന ക്യാരക്ടറുകൾ, ഇപ്പം ജോയ്സി സാറിൻ്റെ തന്നെ ഞാൻ പറയാം. നമ്മുടെ ജോയ്സി സാറുണ്ടല്ലോ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റിൽ മഴ തോരും മുമ്പേ എന്നുള്ള സീരിയൽ ടെലികാസ്റ്റിംഗ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ 2 സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമല, മഞ്ഞിരുവങ്കാല. ജോയ്സ് സാറിൻ്റെ ആദ്യത്തെ എന്നെ വിളിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് റോളായിരുന്നു അമല, മഴവിൽ മനോരമയിൽ. ആ ക്യാരക്ടർ ഞാൻ ചെയ്തത് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പൊളിറ്റീഷ്യനായിട്ടാണ്, ചിരിക്കുന്ന ഒരു 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 എന്താ പറയുക, വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പോൾ സാർ അത് എനിക്ക് തന്നപ്പോൾ സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. സാർ എന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ സാർ ഇത് കാണുകയാണെങ്കിൽ എനിക്ക് അഭിമാനമാണ്. കാരണം സാർ എന്നോട് പറഞ്ഞതാണ് പേഴ്സണലി. മനോജിൻ്റെ ഒരു സീൻ എഴുതുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, അതിങ്ങനെ ഫ്ലോയിൽ പോകുമെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഭയങ്കര സുഖമാണെന്ന്. ഞാൻ എഴുതുന്ന ഡയലോഗ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റും. അതെനിക്കതുകൊണ്ട് എനിക്കങ്ങനെ എല്ലാവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയ ഒരു 2-3 പേരേ ഉള്ളൂ, അതിലൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ബഹുമതിയാണ്. അമല കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തൊരു സീരിയൽ എൻ്റെ കമ്മിറ്റ് ചെയ്യേണ്ട ഒരാവശ്യം വന്നപ്പോൾ, എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിലെ 3 മണി എന്നുള്ള സീരിയലാണ്, 3 ബ്രദേഴ്സിൻ്റെ കഥയായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ അപ്പോൾ അമല തീരാൻ കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്, 3-4 ദിവസത്തെ ഇതുവരെ മറ്റേ സീരിയൽ തുടങ്ങണമെങ്കിൽ ഒരു 10 ദിവസം ഞാൻ കൊടുക്കണം. ഈ ഡേറ്റ് 3 ദിവസം കയറി വന്നേക്കാം. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് പുതിയൊരു സീരിയൽ വന്നിട്ട് ഇത് തീർന്നല്ലോ, ക്ലൈമാക്സ് അല്ലേ, അപ്പം 3 ദിവസത്തെ എൻ്റെ ഡേറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് ഈ സീരിയൽ കമ്മിറ്റ് ചെയ്യായിരുന്നു, അതെന്തെങ്കിലും സാറൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ചെയ്ത സീരിയൽ ഞാൻ പറഞ്ഞ 3 മണി എന്ന് പറഞ്ഞു ഫ്ലവേഴ്സിലാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത സീരിയലിൽ നായകൻ നിങ്ങളല്ലേ, ഞാൻ എന്ത് ചെയ്യും? വളരെ നാടകീയമായിട്ട് സാറ് പറയണം. ഞാൻ ചേട്ടി, സാർ തമാശ പറഞ്ഞാണോ? ഞാൻ കാര്യം പറഞ്ഞാണ്. അടുത്ത സീരിയലിൽ എൻ്റെ സീരിയലിലെ നായകൻ നിങ്ങളാണ്, മഞ്ഞുരുവങ്കാലം എന്നാണ് ആ സീരിയലിൻ്റെ പേര്. അതിലൊരു വിജയരാഘവൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ മനോജിന് മാറ്റി വെച്ചിരുന്നത്. അപ്പം ഞെട്ടിപ്പോവാണ് ഇങ്ങനെയൊക്കെ കേൾക്കാമെന്ന് വെച്ചാൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സാറും അപ്പം പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് വന്ന്. എന്തെങ്കിലും നമ്മൾ പറയുന്നറിയാലോ. ഞാനാകെ തെറ്റ്. ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു, അയ്യോ രക്ഷയില്ല, ഞാനപ്പോൾ അതിൽ നിന്ന് മാറി.
കൊടുക്കാൻ പറ്റിയില്ല. പിന്നീടാണ് മഞ്ഞുരുവും കാലം അതൊരു ചരിത്രമായി സീരിയലിൽ, ഇന്നും അത് ട്രെൻഡാണ്. അത് കഴിഞ്ഞിട്ട് സാറ് ബ്രഹ്മണം എടുത്തപ്പോഴും എന്നെ വിളിച്ചു. അതിലൊരു ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, ഒരു കുറേ എപ്പിസോഡ് വന്നതിന് ശേഷം. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല, വേറെ സീരിയൽ ക്ലാഷായി. മഴതോരും മുംബൈയിൽ അതിന് മുമ്പേ ഞാൻ മറ്റൊരു വേറെ സീരിയൽ ചെയ്തുകൊണ്ട് ഇതിലും പറ്റില്ല, കാരണം ടീച്ചർ അമ്മയിൽ ഞാനുള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് വോയിസ് ചെയ്യുന്നുണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ജോയ്സ് സാറ് എനിക്ക് ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് തന്ന ആളല്ലേ. ജോയ്സ് സാറിൻ്റെ മഴതോരും മുംബൈയിലെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വെറുതെ സാറിന് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. വർക്ക് തുടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ മെസ്സേജ് അയച്ചു, സാറിൻ്റെ പ്രോജക്റ്റിൽ ഇനിയിപ്പോൾ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ടീച്ചർ ചെയ്യാല്ലേ, സാർ എന്തെങ്കിലും ഡബ്ബിങ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോട്ടോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. സാർ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടിട്ടു. പിന്നെ എന്നെ വിളിക്കുകയാണ് ഇതിൻ്റെ കൺട്രോളർ വിളിച്ച്, ബാദുഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യണേ. നമ്മുടെ കൺട്രോളർ പ്രൊഡ്യൂസറല്ലേ, ബാദുഷയ്ക്ക് വേണ്ടി നായകൻ്റെ അച്ഛനാ. അങ്ങനെ ഞാൻ വന്ന് ഡബ് ചെയ്ത്. അപ്പോൾ അത് നല്ല ക്യാരക്ടർ ബാദുഷ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സന്തോഷമായി എനിക്ക്. ജോയ്സ് സാറിൻ്റെ ആ ഒരു പ്രോജക്റ്റിൽ എനിക്ക്, ജോയ്സ് സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ക്ലീൻ മനസ്സുള്ളൊരു വ്യക്തിയാണ്. ഇത്തിരി നല്ല മനുഷ്യനെന്നറിയോ. അങ്ങനെ സംവിധായകരെല്ലാവരും ക്ലീൻ ആണോ സീരിയലിൽ? ഈ യൂട്യൂബിലെ ആങ്കർ ചെയ്യുന്നവരൊക്കെ ക്ലീനാണ്? അല്ല. യൂട്യൂബിലെ ക്യാമറ ചെയ്യുന്നവരൊക്കെ ക്ലീനാണ്? അല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. എല്ലാ മേഖലയിലും ഉണ്ട് ഈ ക്ലീൻ അല്ലാത്തവരും. ഉദ്ദേശം ഞരമ്പല്ലേ? അതെ. ഞരമ്പില്ലാത്ത എവിടെയാ ഉള്ളത്? നിങ്ങളൊരു ബസ്സിൽ കയറി നോക്ക്, എന്തോരം ഞരമ്പുകളാണ്. അല്ല മനോജ് ചേട്ടാ, അപ്പോഴും സീരിയലിൽ വെറുതെ ഒന്ന് സീരിയലിലേക്ക് ഒന്നും പോകണ്ട, ബസ്സിൽ കയറിയാൽ മതി. ബസ്സിൽ കയറാം, അത് നമുക്കിത് കഴിഞ്ഞ് കയറാം. ഈ സീരിയലിനെ എടുത്ത് നോക്കുമ്പം എല്ലാ സംവിധായകരും ഞാൻ പറയുന്നില്ല, ചില സംവിധായകര് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ഒരു വ്യക്തി ടോർച്ചർ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സീരിയലിനെ വെളുപ്പിക്കാൻ വന്ന ഒരുത്തൻ എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ ചിന്തിക്കുക. ഒരിക്കലും 100% ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോഡ് പ്രോമിസ്, മലയാള സീരിയൽ രംഗത്ത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയും. ചില ആളുകളുണ്ട് ഇങ്ങനെ, അത് കയറി പിടിക്കാനോ അല്ല, ചിലപ്പോൾ ഒരു മെസ്സേജൊക്കെ ഇട്ട് നോക്കും. അങ്ങനെ ചിലരുണ്ട്, ചില ആളുകളുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ വർക്ക് എന്ന് പറഞ്ഞ് പ്രാന്തെടുത്ത്. ഒന്നാമത്തത്, ഒരു സീരിയൽ സംവിധായകനെ സംബന്ധിച്ചിട്ട് അയാൾ എയറിലാണ്. രാവിലെ തുടങ്ങി രാത്രി തീരുന്നവരെ, അതും തീരുന്നവരെ മനസ്സമാനമില്ലാണ്ട് നടക്കുന്നില്ല. പിന്നെ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരാൾക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. പിന്നെ ഒളിച്ചോടി പോകുന്നവരൊക്കെ ഉണ്ട് പ്രേമിച്ച്. അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലേ? അതെ. അല്ലാണ്ട് എല്ലാവരും അടച്ചു പറയാൻ പറ്റില്ല. വേണ്ടാത്ത പണിക്ക് പോകാതിരിക്കുക ചിന്ന, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഒരു മനസ്സമാധാനമുണ്ട്. എനിക്ക് ഭീതിയില്ല. ഞാൻ അവളെങ്ങാനും എനിക്ക് പണി തരുമോ, ആ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ പോയില്ലേ മുഴുവൻ സ്വസ്ഥത. എനിക്ക് ഒരു പേടിയില്ല. ഇപ്പോൾ ഉള്ള സാമ്പത്തിക ഇതിലൊക്കെ ഞാനിങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വലിയ മോഹങ്ങളില്ലല്ലോ നമുക്ക്. അപ്പോൾ ദൈവം നമുക്ക് ഇനിയും തരും, നല്ലത് തരും. ഇപ്പം എൻ്റെ ഒരു സീരിയൽ തീർന്നാലും ഞാൻ വിഷമിക്കില്ല. സീരിയൽ തീർന്ന് ഇനി എന്ത് ചെയ്യും, അടുത്തത് ദൈവം തരുന്നേ. നമുക്ക് ഇന്ന് വരെ അങ്ങനെ തന്നിട്ടുണ്ട് ദൈവം. എന്നെ എത്രയോ പേര് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിന്നാണോ? ഇഷ്ടം പോലെ എന്നെ നല്ല രീതിയിൽ പാര വച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ അവസരം ഇല്ലാതാക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. ഇന്നവർ ഇൻഡസ്ട്രിയിലുണ്ടോ? അവരോടൊരു പകയൊന്നുമില്ല? എനിക്കില്ല. അത് എനിക്ക് ആദ്യം വിഷമവും ദേഷ്യവും വരും ആദ്യം ഇത് കേൾക്കുമ്പോഴേ. പിന്നീട് എനിക്ക് തോന്നും, എന്തിന് ഞാൻ ചിന്തിക്കണം, അതെൻ്റെ ഒരു വിധിയായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ അറിയാതെ ചെയ്ത പാപങ്ങളുടെ കർമ്മഫലമായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്കാകെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് സിനിമയിൽ മനോജ് എന്ന് പറയുന്ന ഒരു നടൻ എഴുതി വച്ച ഒരു 2 കഥാപാത്രമെങ്കിലും, എന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നടൻ. കാരണം സീരിയലിൽ എന്തോരം നല്ല വേഷം കഴിഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റില്ല പിന്നീട്, ഇല്ലേ? ഇന്ന് സത്യമാഷയുടെ പടങ്ങൾ നമ്മൾ കാണുന്നില്ലേ? നസീർ സാറിൻ്റെ പടം, ജയൻ സാറിൻ്റെ പടമൊക്കെ ഇപ്പോഴും കാണുന്നില്ലേ നമ്മൾ?
ഇന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാലോ, സത്യൻ നസീർ ജയൻ എന്ന് പറഞ്ഞാൽ. അന്ന് സീരിയലിൽ അഭിനയിച്ചിരുന്ന ആരുടെങ്കിലും പേര് വല്ല പിള്ളേർക്കും അറിയൂ? 87 അഭിനയിച്ചിരുന്ന PC സോമചേട്ടൻ ആദ്യത്തെ നായകൻ. മനോജേട്ടൻ ആ ഒരു ആഗ്രഹമേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ സൗഹൃദങ്ങളില്ല ഇന്ന് മലയാള സിനിമയിൽ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ആഗ്രഹം ഉണ്ടോ? സൗഹൃദത്തെ മിസ്യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ. സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് പേര്, ഡയറക്ടേഴ്സ്, കൺട്രോളേഴ്സ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. ആർക്കും ഒരു ഗുഡ് മോർണിംഗ് പോലും ഞാൻ വിടാറില്ല. കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. എന്തുകൊണ്ട് അവർ ഓർക്കുന്നില്ല? അവർ ഓർക്കണം ഒരു നിർബന്ധമില്ല. ഞാനാരാ? മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിയെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല, മലയാള സിനിമയാണ് മമ്മൂട്ടിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരും മസ്റ്റല്ലല്ലോ ജിൻ. മനോജിനൊരു ജീവിതം കൊടുത്തേക്കാണെന്ന് പറഞ്ഞാൽ ആര് തരാനാണ്? എന്നാരും തരില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗ്യം ആണോ? പിന്നെ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഇപ്പം അജിൻ, എനിക്കിപ്പോൾ അജിൻ എന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നീ ഒരു പടം പഠിക്കുകയാണെങ്കിൽ എനിക്ക് പറയാടാ, നീ സംവിധാനം ചെയ്യാൻ പോകുന്ന കേട്ടു, ചേട്ടനും ഓർക്കണം കേട്ടോ, ഇല്ലേ? ആ അടുപ്പത്തിൽ പറയാൻ പറ്റും എനിക്ക്. ഞാൻ ആരുടെ അടുത്തും പോയി ഒന്നും ആവശ്യപ്പെടാറില്ല. ഞാൻ ആവശ്യപ്പെടാത്ത വേറൊന്നും കൊണ്ടുമല്ല. എന്തിനാണ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണേ? നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായില്ലേ? നോ പറഞ്ഞാൽ നമുക്ക് ഫീലും ആവും. അവർ നോ പറയാല്ല, അവർ ശരിയെന്ന് പറയും. പക്ഷേ മനോജ് ഇത്ര അടുപ്പുണ്ടായിട്ട് മനോജിനെ ഒന്നും സഹായിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ, കാരണം വർക്കിൻ്റെ കാര്യം പലരും പല തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയൊക്കെ നമ്മളതുകൊണ്ട് മാനസികമായിട്ട് എന്തിനാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്? എനിക്ക് മാക്സിമം ഞാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നവന്. ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പം ഇതുവരെ ചിന്തിക്കുന്നതിനപ്പുറം നല്ലൊരു റോള് കിട്ടട്ടെ. ഇൻഷാ അല്ലാ എന്ന് വെച്ചാൽ നമ്മൾ പടച്ചോനെ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ഒരു പാട്ടിലോട്ട് പോയാലോ? ഒരു പാട്ട് കേൾക്കാം. പാട്ടോ? എന്ത് പാട്ട്? ഏതെങ്കിലും ഇഷ്ടമുള്ള പാടിക്കോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പെട്ടുപോണത്. അതാ എല്ലാ പാട്ടുകാരും ഒരു പ്രശ്നമല്ലേ? പാട്ടുകാരുടെ ഞാൻ പാട്ടുകാരനല്ലല്ലോ. പാട്ടുകാരൻ എനിക്കറിയാം. ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മയ്ക്ക് ആ ഒരു സംഗീതം ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ പാട്ടുകാരനാക്കണമെന്ന്. അപ്പോൾ അവനെ പഠിപ്പിക്കാനോ പോക്ക് ചെയ്താ ഞാനവിടെ ഉഴപ്പൻ. എനിക്ക് എൻ്റെ മനസ്സ് മുഴുവൻ അഭിനയമായിരുന്നു. പാട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ പാട്ട് എൻ്റെ ജീവനാണ്, അത് വേറെ കാര്യം. സംഗീതം ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, സിന്ദൂരമുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ. അപ്പോൾ ഈ കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ച മനുഷ്യരുണ്ടോ, അല്ലേ? അതെ. നമുക്ക് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ സംബന്ധിച്ചിട്ട് ഓപ്പോസിറ്റാണ്. എനിക്ക് നാളെ മരിച്ചാലും പേടിയില്ല. കാരണം പേടിയില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു വിചിത്ര മനുഷ്യനാണ് ഞാൻ. എന്നെ പിടി കിട്ടത്തില്ല ആർക്കും. പിടിയൊക്കെ കിട്ടും, കുറച്ചു നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം അങ്ങ് തുറന്ന് പറയും. തെറ്റ് കണ്ടാൽ ചിലപ്പോൾ പറയും, കുറ്റം കണ്ടാൽ പറയും, വിമർശിക്കും. എന്നെ പറഞ്ഞാലും ഞാൻ ഉൾക്കൊള്ളുന്നവനാ. അതുകൊണ്ട് ഞാൻ പിടിച്ച മുയലിന് 5 കൊമ്പെന്ന് പറഞ്ഞ് വാദിച്ചിട്ടില്ല. എനിക്കൊരു തെറ്റ് പറ്റിയാൽ സോറി, എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ്. ഞാൻ ഈ മരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 1/2 നൂറ്റാണ്ടായി ഇപ്പം ഞാൻ ഈ ഭൂമിയിൽ. 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. അതല്ല ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അതൊക്കെ? അതെ. 100 ആയാലും 150 ആയാലും മനുഷ്യൻ്റെ മോഹത്തിന് അതിരില്ല. 90 വയസ്സുവരെ ആളോട് ചോദിച്ചു നോക്കി, ഒരു 10 വർഷം കൂടി കിട്ടിയെന്നായിരുന്നു പറയും. എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ മരണത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. അവനം ജനിച്ചാൽ മരിക്കണം, അത് സത്യമാണത്. അതെ. ഇതുവരെ കിട്ടിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ലൊരു അച്ഛനും അമ്മയുണ്ട്, നല്ല സഹോദരങ്ങളുണ്ട്, മക്കളുമുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിചരിക്കുന്ന നല്ലൊരു മകനെ കിട്ടി. അച്ഛനും അമ്മയും മനസ്സിലാക്കുന്ന, അച്ഛൻ്റെ അമ്മയുടെയും എന്താണ് ആ അച്ഛനും അമ്മയുടെ ഒരിതെന്ന് മനസ്സിലാക്കുന്ന ഒരു മകനെ കിട്ടി. കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിന്നും വച്ചും എൻ്റെ ഭാര്യയും മോനും പെരുവഴിയിലും കിടക്കില്ല. ഒരിക്കലും ആ വാക്കുകൾ പറയാതിരിക്കട്ടെ. അതോടൊപ്പം അല്ല, ഞാൻ പറഞ്ഞത് പോവാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്കങ്ങനെ ഭയമില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി. അതിനെ ഭയപ്പെടാത്തവന് പിന്നെ ഒന്നിനും ഭയമില്ല. അതെ.
എന്നും പറഞ്ഞ് നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കാൻ വേണം. ഈ കുശാഗ്രഹം കൊണ്ട് നടക്കരുത്, ബുദ്ധിയും കൊണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സ് തകർന്നു പോകും. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് പിടിച്ചു നോക്കി. അങ്ങനെ നാളെ മുതൽ പിടിച്ചു നോക്കാം. ഞാൻ തമാശ പറഞ്ഞല്ലെന്നേ. ഞാൻ ചോദിക്കട്ടെ അജിൻ, നിങ്ങളിപ്പോൾ നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പല മതങ്ങൾ, പല ഗ്രന്ഥങ്ങൾ. ഞാൻ അടിയുറച്ച ദൈവവിശ്വാസിയാണ്. ഞാൻ പണ്ട് പഠിച്ച കാര്യങ്ങളല്ലല്ലോ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ അമ്പലത്തിൽ ചെന്ന് തൊഴുവണം, അവിടെ ദേവി നമ്മളെ നോക്കി ഇങ്ങനെ കാണിക്കും. ദേവി ഇങ്ങനെ കാണിച്ചോ, അതാണ്. അതെന്തിനാ അമ്പലത്തിൽ പോകണം, എന്തിനാണ് നമ്മൾ ദേവാലയത്തിൽ പോകണത്? പിന്നീട് നമ്മൾ വളരും തോറും നമ്മൾ ലോകത്തെക്കുറിച്ച് അറിയാണ്, ശാസ്ത്രത്തെക്കുറിച്ച് അറിയാണ്. ഒരിക്കലും ദൈവവിശ്വാസത്തെ ഞാൻ തള്ളിപ്പറയില്ല. കാരണം ഒരു സുപ്രീം പവറുണ്ട്. ഇപ്പോൾ ഈ മൈത്രേയൻ പുള്ളിയുടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ കണ്ടില്ലേ, കുറച്ചൊക്കെ അതിൽ സത്യമുണ്ട്. കുറേയൊക്കെ പുള്ളി പറഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ പറ്റില്ല ഡൈജസ്റ്റിക്ക്. കുറച്ചൊക്കെ അതിൽ എന്തൊക്കെയോ ഉണ്ട്. അതിൽ എന്നാലും പുള്ളി പറഞ്ഞ എല്ലാം യോജിക്കാൻ പറ്റത്തില്ല. എല്ലാം യോജിക്കാൻ ഞാൻ സമ്മതിക്കും. എല്ലാം അത് പറ്റില്ല. ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം ലോകത്ത് നമ്മൾ ക്രിസ്ത്യൻ കർത്താവിനെ ഇതിനൊക്കെ വിശ്വസിക്കുന്നു, മാതാവിനെയൊക്കെ വിശ്വസിക്കുന്നു. അതിലെത്ര പേര് പണക്കാരുണ്ട്, എത്ര പേര് പാവപ്പെട്ടവരുണ്ട്, എത്ര പേര് രോഗികളുണ്ട്, എത്ര പേര് ആരോഗ്യമുള്ളവരുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച എല്ലാവർക്കും എന്നും സന്തോഷമായിരിക്കും? അല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? അല്ല. കൃഷ്ണനിലും ശിവനിലും വിശ്വസിച്ച എല്ലാവരും ഹാപ്പിയാണോ? അല്ല. എല്ലാം ആപേക്ഷികങ്ങളാണ്, അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്ത്യാനിയായ എൻ്റെ ഭാര്യയെ ഞാൻ മതം മാറ്റിയിട്ടില്ല. അവളെൻ്റെ അടുത്ത് പറഞ്ഞാണ്. കാരണം ഞങ്ങളുടെ ഒരു നായർ, ഞാനത് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ വല്ല ഉന്നത കുലജാതൻ എന്നൊക്കെ പറയും. നായർ വീടുകളിൽ അറിയാലോ, കുറച്ച് കൂടുതലാണ് ഇതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇനി വലിയ മുതിർന്നവർക്കൊക്കെ പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ട് ഇവളെൻ്റെ അടുത്ത്, നല്ല കല്യാണം കഴിക്കുന്ന ഞങ്ങളെല്ലാം അറിഞ്ഞാൽ തീരുമാനിച്ചതിന് ശേഷം മതം മാറണോ. കാരണം അവൾക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ നേരത്തെ പോരുന്നത്. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞ് മാറാനാ നീ മതം മാറണമെന്ന്? ഞാൻ പറഞ്ഞു, മതം പറഞ്ഞത് യേശുവിനെ മറക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുരിശിരിപ്പുണ്ടല്ലോ, ഞാൻ യേശുവിൻ്റെ ആരാധകനല്ലേ, പിന്നെ ഞാനെങ്ങനെ നിന്നോട് മറക്കാൻ പറയണേ? ഇത് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു. അല്ല മനുവിന് ചിലപ്പോൾ ചിലപ്പോൾ വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഹിന്ദുക്കൾക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ മനുവിന് ചിലപ്പോൾ വിഷമം വരില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ നിനക്ക് കയറാൻ പറ്റാത്ത അമ്പലത്തിൽ ഞാനും കയറില്ല, പോയാലോ പണി നോക്കാൻ പറയാം. അതിൻ്റെ അത് കയറിയിട്ട് ഒരു തേങ്ങയിലെന്ന് പറയും ഞാൻ. മനുഷ്യർക്ക് കയറണ അമ്പലങ്ങളിൽ കൊണ്ട് ഹിന്ദുക്കൾ മറ്റത് മറിച്ചത് ഒക്കെ എഴുതി വെക്കണതൊക്കെ വേറും വൃത്തികേടല്ലേ, പൊട്ടത്തരല്ലേ? ഇതൊക്കെ എന്നെ എടുത്ത് കളയേണ്ടതാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ. ഞാനിതിനൊക്കെ ഭയങ്കര എതിരാണെന്ന്. ഇതിനൊക്കെ ഇതൊക്കെ ചില ഭയങ്കര അന്ധവിശ്വാസികൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും ഇത് പറയുമ്പോൾ. ഓൾറെഡി കാണുന്നവർ ചിലവർക്ക് കുരു പൊട്ടി കാണും. പൊട്ടണമല്ലോ, പൊട്ടട്ടേന്ന് ബോധം വരട്ടെന്ന് പറയുമ്പോൾ. അതെ, ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞിട്ട് മറ്റേ കല്ലെറിഞ്ഞതല്ലേ ആരെ? ഗലീലിയോ അല്ലേ? ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി മറ്റേ ചെകുത്താൻ്റെ ആളാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ആ ഭൂമി ഉരുണ്ടല്ലേ? ഇത് കാലം മാറുമ്പോൾ ഇതൊക്കെ മാറും, കോലവും മാറണമല്ലോ. പണ്ട് മറയ്ക്കാണ്ട് കിടന്ന് മറയ്ക്കാനുള്ള ഇത് വന്നില്ലേ? ഭർത്താവ് കാണുമ്പോൾ ഭാര്യ സതി തീ ചാടിച്ചാവണം. ഇങ്ങനെ എന്തൊക്കെ പ്രാന്തുകളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഭാരതത്തിൽ. അതൊക്കെ മാറിയില്ലേ? ഇന്ന് ഭാര്യയോട് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ അടി മോന്തയ്ക്ക് അടിക്കും. സതി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. അങ്ങനെ ഉള്ള ഞാൻ അതാ പറഞ്ഞ ബീനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൽ നീ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ദൈവം സഹായിച്ച ആരും ഒന്നും പറഞ്ഞു. എപ്പോഴെങ്കിലും കല്യാണം ഒരു മണ്ടത്തരമായി തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തിനങ്ങനെ തോന്നേണ്ട ആവശ്യം? സാധാരണ ആളുകൾ പറയൂല എനിക്ക് കല്യാണം വേണ്ട. ഇത് 20 വർഷമായില്ലേ? ഞങ്ങൾ 21 വർഷമായില്ലേ? 22 വർഷമായി. 22 എന്നൊക്കെ പറഞ്ഞ് വല്ലതൊക്കെ പറ. ദൈവമേ, ഞാൻ ഒന്ന് വെച്ചത് 22 വർഷം, ചെറിയ വർഷം. ആരെ ഇങ്ങനെ പോയിട്ടത്? അല്ല, ഞാൻ പറയുന്നത് 22 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കരയാതെ നമുക്ക് ഈ ചിറക്കരെ കൊണ്ട് തോറ്റ് ഇടയ്ക്ക് കുറച്ച് വെള്ളം വരാതെ കൊണ്ടാണ്. അപ്പം ഞാൻ 22 വർഷമായില്ലേ? 22 വർഷം നല്ല വഴക്കും വക്കാണും ഒക്കെ ഉണ്ടാവാറുണ്ട്. മിണ്ടാതിരിക്കും, പിണങ്ങും, സ്നേഹിക്കും. ഞങ്ങളുടെ ജീവിതം അതാണ്. സന്തോഷകരമായ ജീവിതം. ഞങ്ങൾ ഭയങ്കര സന്തോഷം. എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ കുറച്ച് ടെൻഷൻ്റെ ആളാണ്. അവൾക്ക് ഇപ്പം ചെറിയ കാര്യം മതി അവൾക്ക് പെട്ടെന്ന്. അതിന് താങ്ങായിട്ട് ഞാൻ അവൾക്ക് പേരിട്ടേക്കണ വ്യാകുല മാതാവെന്ന്. ഭാര്യയ്ക്ക്
ഭാര്യ എൻ്റെ അമ്മയതെ, വ്യാകുല മാതാക്കളല്ല, അവളുടെ അമ്മയതെ. അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഒരു 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 ഇതുമില്ലാണ്ട് നടക്കണം ഒരുത്തൻ. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ പറയേ, ഇവന് ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയില്ല ജീവിതത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനിങ്ങനെ ഓരോന്നാലോചിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കി നിങ്ങളുടെ കാര്യം ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ. ഇനി പ്രഷർ, ഷുഗർ, എനിക്ക് ദൈവം സഹായിച്ച് ഇതുവരെ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാ? പിന്നെ ഈ ചെറുക്കനെ കൊണ്ട് ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ മനോജ് ചേട്ടാ? അങ്ങനെ പോവെന്ന് പറയല്ലേ, എന്താണ്ട് വരാണ്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാ. ഇനിയൊന്നും പറയണല്ലേ ഹോയ്. ശരിക്കും കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല അജിനെ, ഈ നമ്മൾ രോഗികളാക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതെ, രോഗത്തെ മാറ്റുന്നത് മനസ്സാ. നിങ്ങൾ ചിന്തിക്കുക, ചില ആളുകൾ 40-ആം വയസ്സ് കാണുമ്പോൾ ഭയങ്കര വയസ്സായവരിക്കും. എന്താ കാര്യം എന്നറിയോ? പ്രാരാബ്ധം കൊണ്ട് പറ്റണാണിത്. ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ഒക്കെ കൂടി കയറി വയസ്സായി പോവാണ് നമ്മളിന്ന്. ചിലവർ 60-70 വയസ്സിലും തിളച്ച് നിൽക്കും. അതെ, എന്താ കാര്യം? ഒന്നും ജീവിതത്തിൽ ആർക്കാ ടെൻഷൻ ഇല്ലാത്തതെന്നേ? നമുക്കെല്ലാവർക്കും ടെൻഷനുണ്ട് ഇല്ലേ? നമുക്കെല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവണമെങ്കിൽ ഇഷ്ടംമാതിരി ടെൻഷൻ ഉണ്ടാവും. അതെ, ഞാൻ എല്ലാത്തിനും ഒരു പോസിറ്റീവ് മൈൻഡിൽ കാണും. എല്ലാം നല്ലതിന്. ഗീതയെ പറയുന്ന പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതിന്, സംഭവിക്കാതിരിക്കുന്ന നല്ലതിന്. ആശങ്കകൾ വേണ്ട. നാളെ എന്താണോ നാളെ അത് സംഭവിച്ചിരിക്കും. ഇന്നേ ഇന്നാലോചിച്ച് തലവുണ്ടാക്കണം ഇല്ലേ? മനുഷ്യന് ആദ്യം വേണ്ടതെന്ന് മനസ്സമാനത്തോടെയുള്ള ഉറക്കുക. ആ ഉറക്കം കൃത്യമായിട്ട് കിട്ടിയാൽ നമ്മുടെ ആരോഗ്യവും ഒക്കെ. എൻ്റെ ഭാര്യ പറയുന്നത് കിടന്നുറങ്ങും, കിടന്നുറങ്ങാനാണ്. ഞാൻ പറഞ്ഞ ഉറങ്ങോടി, മനസ്സിലൊന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റും. മനസ്സിൽ ഒരു സാധനവും ഇല്ലെങ്കിൽ ദുഃഖമായിട്ട് 1 2 3 ഇല്ലാത്തവൻ കിടന്ന് തലകുത്തി ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും നാളത്തെ ഒരു കാര്യം മറ്റന്നാളത്തെ കാര്യം ആലോചിച്ചിട്ടൊന്ന് കിടന്നു നോക്കി അജിൻ, ഉറക്കം വരത്തില്ല. വരേയില്ല. കാരണം നമ്മുടെ ബ്രെയിനിൽ അത് ഫീഡായി കഴിഞ്ഞു. അതെ, ബ്രെയിനിന് പറ്റില്ല. പിന്നെ നമ്മൾ എഴുന്നേറ്റിരിക്കും, നടക്കും, കിടക്കും, പറ്റില്ല. വലിക്കണവന്മാരാണെങ്കിൽ പോയി 2 വലിക്കും. അതെ, അതേസമയം ഇതൊന്നും ആലോചിക്കേണ്ട. അതാണ് പണ്ടുള്ളവർ പറയണത്, പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ, വേറെ ചിന്തകൾ വരാതിരിക്കാൻ. അല്ലാണ്ട് പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞ് ഹലോ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാനല്ല. പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞൊരു കോൺസെൻട്രേഷൻ അത്, യോഗയൊക്കെ പോലെ. ഞാൻ അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. ഇലാമാപ്പഴം കഴിച്ച് അന്ധത ബാധിച്ചവരാ നമ്മളുടെ ഇപ്പോഴത്തെ മനുഷ്യ സമൂഹം. അറിയോ പടം? ഗുരു ലാലേട്ടൻ്റെ ദേവസംഗീതം നീയല്ലേ, ആ പാട്ടൊക്കെ ഉള്ളത്. ആ പടം നല്ലൊരു അർത്ഥമുള്ള സന്ദേശമുള്ള പടം. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരേണ്ടതാണ് ആ പടം. ഒന്നും കൂടെ റീ റിലീസാണ് ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ പടങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത് ഇപ്പോഴത്തെ നമ്മുടെ എന്തൊരു സന്ദേശമുള്ള പടം എന്നറിയത്. അതായത് കഴിക്കേണ്ട ഭാഗം കഴിക്കാണ്ട് കളഞ്ഞിട്ട് വേണ്ടാത്ത ഭാഗം എടുത്ത് കഴിച്ച് കണ്ണിൻ്റെ കാഴ്ച കളയുന്നവർ. അതാണ് മതം. ലാസ്റ്റ് ഇത് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും കണ്ണ് തെളിയുന്നു ഇല്ലേ? അങ്ങനെ കണ്ണ് തെളിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തെളിഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇതിൽ പെട്ട് കിടക്കുന്നവർക്ക് പറ്റില്ല അജിൻ. ഞാൻ പലപ്പോഴും ചില ആളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു രക്ഷയില്ല, പുളിറുമ്പ് പിടിച്ച മാതിരി. മനസ്സിലാക്കില്ല അവർ. അത്ര അഡിക്റ്റാ. ഇത് MDMA ഒക്കെ മാറിയിരിക്കും. അതാണ് മതം. ഭ്രാന്താണെന്ന്. ഈ മതത്തിന് ഇത്തിരി ബലം കൊടുത്തു നോക്കി. മതം അതിന് ബലം കൊടുത്ത മതം എന്താണ് അർത്ഥം? ഭ്രാന്ത്. ഭ്രാന്ത് എന്നാണ് അർത്ഥം മതത്തിൻ്റെ. ആനയ്ക്ക് മതം പൊട്ടി എന്ന് പറയില്ലേ? അതെ, അത്രേ ഉള്ളൂ മതം. ബലം കൊടുക്കാതിരിക്കുക. അതിന് ഇത്തിരി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതമായി, അത് ഭ്രാന്തായി. അത്ര ഭ്രാന്തുള്ളവർ കാണട്ടെ. ഭ്രാന്തുള്ളവർ കണ്ടിട്ടൊന്നും കാര്യമില്ല. അവനെ എന്നെ നല്ല തെറിയും പറയും. മിക്കവാറും അതിൻ്റെ അടിയിൽ ഇഷ്ടംമാതിരി തെറിയുണ്ടാവും. ഈ സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അതെ, മതഗ്രന്ഥങ്ങൾ ആരാ ഉണ്ടാക്കിയത്? ഈ ലിപികൾ എന്നാ ഉണ്ടായത്? അച്ചടികൾ എന്നാ ഉണ്ടായത് ഇല്ലേ? അതിനൊക്കെ എത്രയോ മുമ്പേ മനുഷ്യനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടി ആരോ സൃഷ്ടിച്ചതാണ് പണ്ട്, മനുഷ്യനൊരു യൂണിറ്റി ഉണ്ടാവാനൊക്കെ ആയിട്ട്. അതിപ്പോൾ ഇന്ന് പക്ഷെ മതം കാരണം ഈ യൂണിറ്റി തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. യുദ്ധമായി ഇന്നത് യുദ്ധമായി ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത്, മണ്ടന്മാരാണ് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നവർ. എൻ്റെ ദൈവം. ആരുടെ ദൈവം? ദൈവം എല്ലാവർക്കും കൂടി ഒറ്റ പവറുള്ളത്.
സത്യം. എൻ്റെ ദൈവമാണത്, എന്തെന്ന് എൻ്റെ ദൈവം. എൻ്റെ ഭാര്യ എന്ന് പറയാം, എൻ്റെ അച്ഛൻ എന്ന് പറയാം, അമ്മ എന്ന് പറയാം, എൻ്റെ മോൻ എന്ന് പറയാം. അതിൽ കൂടുതൽ എൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റൂ? എൻ്റെ ദൈവം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു പവറാണത്. ആ പവറിൻ്റെ പേര് വിളിക്കാനും നമുക്കതിന് പേരിടാനും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അതെ. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതിന് പറയാനില്ലെന്നേ. അതിന് ഇംഗ്ലീഷിൽ സുപ്രീം പവർ, സൂപ്പർ പവർ എന്നൊക്കെ പറയും. ചാവാണ് കിടന്നത്. സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നാണ് എനിക്ക് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കലഹിക്കുന്നവരെ കാണുമ്പോൾ. വെറു സഹതാപം മാത്രം. സഹതാപം വെറുപ്പും തോന്നും നമുക്ക്. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്ന വേറെ ഒന്നുമല്ല, പല രീതിയിൽ ആളുകൾ എടുക്കും എന്നെ തെറ്റിദ്ധരിച്ച്. ഞാൻ ആരെ വേദനിപ്പിക്കാനോ ഒന്നിനും വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എല്ലാം നന്മകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അതാരും തെറ്റായിട്ട് എടുക്കരുത്, ബഹിരാകാശത്തേക്ക് വിടരുത് എന്നൊരു അപേക്ഷയുണ്ട്. ടിനിയൊക്കെ കണ്ടില്ലേ, അവനിപ്പോൾ ബഹിരാകാശത്ത് നിന്ന് അപ്പുറത്തെ ആകാശത്തേക്ക് പോയി. അതൊന്നും പറയാമോ ആ വോയിസിൽ? ഈ നസീർ സാറിന് വർക്കില്ലാണ്ടിരുന്നപ്പോൾ അദ്ദേഹം മേക്കപ്പിട്ട് എല്ലാ ദിവസവും രാവിലെ മേക്കപ്പിട്ട് ബഹദൂർക്കയുടെയും അടൂർ സാറിൻ്റെയും വീട്ടിൽ പോയിരുന്ന് കരഞ്ഞ് അങ്ങനെ മനസ്സ് തളർന്നാണ് അദ്ദേഹം മരിച്ചതെന്ന്. ആ പറഞ്ഞതാണ് പറ്റിപ്പോയത്. ആ വേട് ഉപയോഗിക്കണ്ടായിരുന്നു. നമ്മളിപ്പോൾ അജിനും ഞാനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. ഒരു കാലത്ത് നമ്മൾ ഭയങ്കര അഭിനയിച്ച ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം എനിക്കൊരു വർക്ക് കുറയുന്ന സമയം വരുമ്പോൾ ഒരു പക്ഷേ അജിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഞാൻ പറയാം, ഏത് അതിന് അന്നൊക്കെ നമ്മൾ അല്ലേ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ 10 ദിവസമായിട്ട് വീട്ടിലിരിക്കുക, വല്ലാത്തൊരു വിഷമം എന്ന് പറയാം. അത് കരയുന്നതല്ല, അതൊരു സുഹൃത്തിനോട് നമ്മൾ പങ്കിടുന്നതാണ്. അത് കരയുന്നതോ, നസീർ സാറിന് ഇപ്പോൾ മേക്കപ്പ് ഇട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ മേക്കപ്പ് ഇടാണ്ട് തന്നെ മേക്കപ്പ് ഇട്ട് ഇറങ്ങേണ്ട ആവശ്യം. മേക്കപ്പ് ഇടുന്നവൻ ഉദ്ദേശിച്ചത് ആ മേക്കപ്പ് ഇടുമ്പോഴെങ്കിലും ഞാനൊരു ലൊക്കേഷനിലാണെന്ന് അദ്ദേഹത്തിനൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ വേടാണ്, ഈ വേടാണ് അവന് അവൻ്റെ ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അവൻ മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ രാജ്യദ്രോഹിയായിട്ട് അവനെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക പാവം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ പറയണ്ടായിരുന്നു അവനെ അമ്മയെന്ന് പുറത്താക്കണം, സിനിമയെന്ന് പുറത്താക്കണം. എന്തിനാണ് ഒരാൾ പറ്റി ഒരു നാവുപേഴ പറ്റി മാപ്പും പറഞ്ഞു, കഴിഞ്ഞു. അവൻ വെറും പാവമാണ്. ഇതൊക്കെ സത്യം. എനിക്ക് അവൻ എത്ര വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ മിമിക്രി കളിക്കുമ്പോഴേ അവൻ മനോജ് ഗിന്നസ്, ഉണ്ണിയസ് നായർ അവരുടെ ടീം, ഞാൻ പ്രദീപ് കൈതാരെന്ന് പറഞ്ഞ് അറിയോ, പണ്ട് സത്യമാഷയൊക്കെ എടുത്തിരുന്നതാണ്. മരിച്ചിട്ട് വർഷങ്ങളായി. ഭയങ്കര അതുല്യ കലാകാരനായിരുന്നു, ഭയങ്കര അസാധ്യ കലാകാരനായിരുന്നു. പിന്നെ വിനോദ് കടാമംഗൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അവനും ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പം ഞങ്ങൾ ഇവർ 3 അങ്ങനെ എറണാകുളത്തെ ഞങ്ങളൊരു പ്രമുഖ ഗാങ് ആയിരുന്നു മിമിക്രിയിൽ. ഞങ്ങളന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യണേ. പിന്നെ ഒരുമിച്ചും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടിനി അന്ന് മുതലേ ഇങ്ങനെയാണ് അവൻ്റെ ഒരു ക്യാരക്ടർ. അവൻ്റെ എൻ്റെയൊക്കെ ഒരുപാട് സിമിലാരിറ്റീസൊക്കെ തോന്നാറുണ്ട് എനിക്ക്. പക്ഷേ ഇന്ന് അവനെ ഭയങ്കരമായിട്ട് ആളുകൾ തേജോവധം ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം മിമിക്രി അറിയില്ല, അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞെന്ന വാക്കുകളൊക്കെ കയറി പിടിച്ച്. അപ്പോഴും മനോജ് ചേട്ടാ, ഒരു ടൈമിൽ ഈ കളിയാക്കിയ മലയാളികൾ തന്നെ ടിനി ടോമിന് മിമിക്രി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ടിനി പണ്ട് മിമിക്രിയിൽ അവൻ്റേതായ കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നവൻ. ഇന്നിപ്പം മിമിക്രി എന്ന് പറയുമ്പോൾ പണ്ടത്തെ മിമിക്രിക്കാർക്ക് സ്റ്റേജിൽ കയറി ഒരു ഡയലോഗ് പറയാൻ പേടിയാണ്. കാരണം ഇന്നും മിമിക്രിയുടെ സ്വഭാവം മാറി. അതെ. മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള പറയാൻ പറ്റില്ല, അതിനൊക്കെ അത്ഭുതം എന്നല്ലാണ്ട് പറയല്ലേ. അത് എന്തെന്നാണോ, അത് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാവും ഒരാൾ ഇത്ര ആർട്ടിസ്റ്റുകളൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. അവനൊക്കെ വന്നിട്ട് ഇവിടെ കളം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പണ്ട് അടുത്തതായി ശങ്കരാടി എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോടാന്ന് പറയുക ആള്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഈ ചില പഴയ സിനിമ കാണുമ്പോൾ നമ്മളിപ്പോൾ ചിരിക്കണമാതിരി. അതെ. പഴയ സിനിമ കാണുമ്പോൾ അന്നിരുന്ന് കൈയടിച്ച സിനിമയാണ് നമ്മൾ ഇന്നിരുന്ന് എന്തെന്നടി. കാരണം അത് കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റം വരുമ്പോൾ ഇനിയിപ്പോൾ 25 വർഷം കഴിയുമ്പോൾ ഈ സിനിമയൊക്കെ ചിലപ്പോൾ അന്ന് കാണുന്നവർ പറയും ഇതെന്ത് സിനിമയാണ് ഇന്നത്തെ കാലത്ത്. ഈ മാറ്റങ്ങളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് വെറുതെ ഇരുന്ന് കളിയാക്കുക. അപ്പോൾ ടിനി അന്ന് ചെയ്ത ടിനിയുടെ ഫിഗറും ശബ്ദവും വെച്ച് ടിനി ഒരിക്കലും കോമഡി ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. നമുക്കിങ്ങനെ ചിരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ പക്രു അവനും കൂടെ ചെയ്യുമ്പോൾ പക്രുവാണ് കംപ്ലീറ്റ് കോമഡി. അവനും ഉണ്ണിയസ് നായരും മനോജ് ഗിന്നസ് ചെയ്യുമ്പോൾ അവരാണ് കോമഡി. ഇവൻ സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഇവൻ്റെ കുറേ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ നടന്മാരുടെ ഇതായിട്ട് വരുന്നത് ചിത്രഗീതമൊക്കെ ഉണ്ട്. ഈ ബാലേന്ദ്രൻ ക്യാ പോലത്തി അതൊക്കെ ഇവനാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ആദ്യം വരുന്ന രമേശ് കുറുമശ്ശേരിയുണ്ട്. രമേശ് ചേട്ടനാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴേ ഏഷ്യാനെറ്റിൽ അധികം കൊണ്ടുവന്നതാണ് ചിത്രഗീതമൊക്കെ. വലിയൊരു കലാകാരനാണല്ലോ അദ്ദേഹം. പക്ഷെ പിന്നീട് ആ സ്റ്റേജിലൊക്കെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാക്കിയത് ടിനിയാണത്. ടിനിയെ കണ്ടാണ് ഞാനും പഠിച്ചത്. ഞാൻ പിന്നീട് മമ്മൂക്ക, മണിക്കുട്ടു, കുറുമ്പുള്ള അമ്പിളിപ്പൂവാടിയും CBIയിലെ സേതുരാമയ്യരും ചാക്കോ ബോഡി ടു ബോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോമഡി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ചിത്രഗീതം 20 മിനിറ്റ് ഉണ്ടാവും.
പ്രദീപ് സത്യൻ മാഷ്, നസീർ സാറ്, ഞാൻ മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ജയൻ സാറ്, 3 ഫിഗർ. വിനോദ് ഞങ്ങളുടെ ഒപ്പം ഫീമെയിൽ. ആ ചിത്രഗീതമൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു അന്ന്. ഇന്ന് ആ ചിത്രഗീതം കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാട്ടൽ പൂരി അടിക്കുക ആളുകൾ. കാരണം ഇന്നിപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ഏതെങ്കിലും സ്റ്റേജിൽ കയറിയാലുണ്ടല്ലോ, തീർന്ന് നമ്മുടെ ജീവിതം അവിടെ തീരും ആ സ്റ്റേജിൽ. പക്ഷേ ടിനിച്ചേട്ടൻ അത് വിടാതെ കൊണ്ടുപോകുന്നുണ്ട്. ടിനി അത് കഴിഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം ടിനി എടുക്കുന്നില്ലത്. ഇപ്പം ടിനി അത് അന്നൊക്കെ ടിനിക്ക് എന്തോരം കൈയടി കിട്ടി. അമരീഷ് പുരി, അവൻ നല്ല ആർട്ടിസ്റ്റായിരുന്നു. ഇന്നിപ്പോൾ തലമുറ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ തലമുറ പണ്ടത്തെ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കേൾക്കാണ്ട് ഇപ്പോഴത്തെ ഈ ആളുകളുടെ പുതിയ തലമുറയിലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ കണ്ട് ഞെട്ടിയിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ നസീർ സാർ എടുക്കുമ്പോൾ ഞാൻ പണ്ട് എടുത്തിട്ടുണ്ട്, എനിക്ക് ഇന്ന് എടുക്കാൻ പേടിയാ. ഒന്ന് എടുക്കാവോ ഞങ്ങൾക്ക് വേണ്ടി? ഞാനോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്തിടയ്ക്ക് ശ്രീ ടിനി ടോമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഈ ദയവ് ചെയ്ത് അവനെ ആരും ക്രൂശിക്കാതിരിക്കുക. ആർക്കായാലും ഒരു നാവ് പിഴ പറ്റും. ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും ദയവ് ചെയ്ത് ടിനിയെ വേദനിപ്പിക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയായി കരുതുക. നന്ദി, നമസ്കാരം. അടിപൊളി. ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടിനി ടോമിൻ്റെ വോയിസിലോടൊന്ന് പറയാമോ? ഇത് രണ്ടും ഒരുമിച്ചാക്കി അങ്ങ് വിടാനാ. കൂട്ടുകാരന്മാർക്ക് 2 പേർക്കും കയറാം. എല്ലാവരും കേട്ടു എന്നിരുന്നു. നസീർ സാർ എന്നെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ദയവ് ഇത് മനസ്സിലാക്കുക. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ പറഞ്ഞ ഒരിത് മാറിപ്പോയതാണ്. നസീർ സാർ ഇപ്പം നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം വരെ ക്ഷമിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ദയവ് ചെയ്ത് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. മനോജേട്ടാ, അപ്പം ആളുകൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നന്മകൾ ചിന്തിച്ച് നന്മകളായിട്ട് മുന്നോട്ട് പോവുക. അതെ. മറ്റുള്ളവർക്ക് മാക്സിമം നമ്മളായിട്ട് ഒരു വേദന. ഇപ്പം ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ കുറേ പിന്മാറാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഞാൻ പണ്ടൊക്കെ അറിയാലോ, റിയാക്ഷൻ ഒരുപാട് പല കാര്യങ്ങളും. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയൊക്കെ ഇടയ്ക്ക് പറയും, മനു എന്തെങ്കിലും പറയുമ്പോൾ മനുവിൻ്റെ സ്വഭാവം വെച്ചിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. മനു ഭയങ്കര അതിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ആടായിട്ടൊക്കെ സംസാരിച്ചു പോകും. അത് പക്ഷേ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവുമെന്നും കൂടെ നോക്കണം അങ്ങനെ പറയുമ്പോൾ. അങ്ങനെ നോക്കണം. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഞാൻ അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടാവുകയാണെങ്കിൽ പോട്ടെ, വേണ്ട, ആ വേദന നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഞാൻ വലിഞ്ഞ് ചെയ്യാൻ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാണ്ടായി. എന്നുവെച്ചാൽ എന്തെങ്കിലും പറയുമ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വേദന എടുക്കൂ. പക്ഷേ എൻ്റെ സ്വഭാവം അനുസരിച്ച് പറയാണ്ടിരിക്കാനും പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകും. എന്തെങ്കിലുമൊക്കെ പറയാനും ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ഒഴിവാക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു പോകും ഞാൻ. അത് എൻ്റെ മനസ്സിങ്ങനെ പെട്ടെന്ന് ഓപ്പണായി പോകുന്നതാണ്. ഒരു 20 വിളികളിൽ വിളിച്ചിട്ട് വന്നതിന് താങ്ക് യു കേട്ടോ. 20 വിളി, അതാണ് എനിക്ക് പറയാനില്ല. മനോജേട്ടാ, മുന്നിട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു വെരി മച്ച്.